കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും സാമൂഹിക പുരോഗതിയെയും അഭിനന്ദിച്ച ദി ടൈംസ്. കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാട് കടത്തിയെന്ന ദി ടൈംസ്. കേരളത്തിന്റെ ചുവന്ന വേരുകൾ മനുഷ്യർക്ക് കൂടുതൽ ആയുസ്സും മെച്ചപ്പെട്ട ജീവിതവും നൽകിയെന്നും ദി ടൈംസ് റിപ്പോർട്ട്. ടൈംസ് വാർത്ത മന്ത്രി എം പി രാജേഷാണ് പങ്കുവച്ചത്. ഗൗതം കൃഷ്ണ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, ഏറെ അഭിനന്ദിക്കുന്ന ഏറെ മഹത്തരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഏറെ അഭിമാനത്തോടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒന്നാണ്. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും അതുപോലെ തന്നെ സാമൂഹിക പുരോഗതിയെയും കുറിച്ചുള്ള റിപ്പോർട്ടാണ് ദി ടൈംസ് പുറത്തുവിട്ടത്. മന്ത്രി എം പി രാജേഷ് ഈ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ചരിത്ര നേട്ടത്തിലെത്തി നിൽക്കുന്ന കേരളത്തെ ലോകം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഈ മാധ്യമ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൃത്യമായ ഓരോ പോയിന്റായിട്ട് വ്യക്തമായിട്ടാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിൻ്റെ പേജുകളിലേക്ക് നാട് കടത്തിയെന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ജീവിതങ്ങൾ ഉദാഹരണ സഹിതമാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 16-കാരി അമൃതയുടെയും സുനിത സുമേഷിൻ്റെയും ഒക്കെ ജീവിതാനുഭവങ്ങൾ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദി എക്കണോമിസ്റ്റിൻ്റെ പോലെ തന്നെ ടൈംസിൻ്റെ റിപ്പോർട്ടിലും വിമർശനാത്മകമായ കാര്യങ്ങളുമുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ടുള്ള താരതമ്യങ്ങളാണ് അതിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ ജനന നിരക്കും, അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് കൃത്യമായി പറയുന്നുണ്ട്. ബ്രിട്ടനുമായിട്ടാണ് അത് താരതമ്യം ചെയ്യുന്നത്. ബ്രിട്ടനിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 3.9 മരണനിരക്ക്. കേരളത്തിൽ അതെടുക്കുമ്പോൾ 2.5 ബ്രിട്ടനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ദേശീയ ലെവലിൽ എടുക്കുമ്പോൾ 1000 കുട്ടികൾ എടുക്കുമ്പോൾ 25 കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. അത്തരത്തിൽ ഓരോ വിഷയങ്ങൾ നമ്മുടെ ടൂറിസം മേഖല എടുക്കുകയാണെങ്കിൽ ബീച്ചുകളുടെ വൃത്തിയെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നാഷണൽ നോർത്ത് ഇന്ത്യയും കേരളയും വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലെ ബീച്ചുകളുടെ വൃത്തിയില്ലായ്മയെക്കുറിച്ചും എന്നാൽ കേരളത്തിൽ അതെങ്ങനെ എത്ര ശുചിയായിട്ടാണ് നിലനിൽക്കുന്നതെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, കോവിഡ് സമയത്ത് നമ്മൾ നേടിയ നേട്ടത്തെക്കുറിച്ച്, അങ്ങനെ ഓരോരോ മേഖലകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസാണ് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം കൂടിയാണ്. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും അതുപോലെ തന്നെ സാമൂഹിക പുരോഗതിയെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ദി ടൈംസ് പുറത്തുവിട്ടത്. കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാട് കടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിന്റെ ചുവന്ന വേരുകൾ മനുഷ്യർക്ക് കൂടുതൽ ആയുസ്സും മെച്ചപ്പെട്ട ജീവിതവും നൽകിയെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.